ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ഉച്ചക്കത്തെ വിശേഷമാണ് കേട്ടോ. ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷമാണ്. അപ്പോൾ ഇന്നലെ ഉച്ചത്തേക്ക് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് മോളത് ഉന്നക്കായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിക്കാനായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ മോളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒന്നില്ലെങ്കിൽ ചായ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ. കഴിപ്പിച്ചിട്ട് വിടാറുള്ളൂ. അപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അഖിലിനെ കൊണ്ട് അഖിൽ കടയിൽ പോയപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ തന്നെ ഉണ്ടാക്കുവാണ്. നമ്മുടെ മക്കൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ അവരുണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേക എന്താ പറയുക, അതിലൊരു സ്നേഹം കൂടി ഉണ്ടാവുമല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിളമ്പി കഴിക്കില്ല കേട്ടോ. എനിക്ക് അമ്മ വിളമ്പി തരണം. അതുപോലെ എൻ്റെ ആങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നാത്തൂനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചായ എടുത്ത് കുടിക്കില്ല. അതേപോലെ ഊണൊന്നും ഞാൻ വിളമ്പി കഴിക്കില്ല. അവരോട് വിളമ്പി തരാൻ പറയും കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എനിക്ക് അങ്ങനെ വിളമ്പി തരാൻ ആരുമില്ല, ഉണ്ടായിരുന്നില്ല. വീട്ടിലെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നാത്തന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തന്നെ വിളമ്പി കഴിക്കണം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോ അല്ലെങ്കിൽ നാത്തൂനോ ഒക്കെ വിളമ്പി തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. അമ്മ ഉണ്ടാകുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കി തരുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നോട് എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചിക്കനൊക്കെ കൈയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ എടുത്തോളാം, നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. 4 മണിക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ എല്ലാവരും കഴിച്ചു. അപ്പോൾ ഇത് ചിക്കൻ കഴിയാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും വേപ്പില എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കഴുകി നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലെ വട്ടും കരളും ചങ്കും എല്ലാം സെപ്പറേറ്റ് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൈയൊക്കെ കഴുകിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. ഇനി അടുത്ത പരിപാടി ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി തക്കാളി എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് വന്നത് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളക് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് മാറ്റിയൊരു പാത്രത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ ഇഞ്ചി ചിരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിയും സവാളയും സമം ചേർത്ത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഉള്ളി കിട്ടിയത് കൊച്ചുള്ളി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഉള്ളി കുറച്ചൊക്കെ പൊളിച്ചെടുത്തു, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ബാക്കി സവാളയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ.
അപ്പോൾ തൊണ്ട് പൊളിക്കലിൻ്റെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആ സാധനങ്ങൾ മേടിച്ച വേസ്റ്റും എടുത്ത് വെക്കുന്നത് അതൊന്ന് കത്തിച്ച് കളയണം കേട്ടോ. പിന്നെ ഞാൻ ദേ അരിയാൻ പോവുകയാണ്. ആദ്യം തന്നെ സവാള കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞെടുത്ത സവാള നേരെ കുക്കറിലേക്കാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഞാനിന്ന് കുക്കറിലാണ് കറി വെക്കാൻ പോകുന്നത്, കാരണം സമയം ഒരുപാട് അതിക്രമിച്ചു കേട്ടോ. പിന്നെ പച്ചമുളക് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇഞ്ചിയും സവാള അല്ല സോറി, കൊച്ചുള്ളി കുറച്ച് പൊളിച്ചിട്ടുള്ളൂ, അതും അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി അരിഞ്ഞ് മാറ്റി വെക്കുവാണ്. എന്നിട്ട് നേരെ കുക്കർ സ്റ്റവിലോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വാട്ടിയെടുക്കുവാണ് കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റൗ കത്തിച്ചു, നമ്മുടെ കുക്കർ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുവാണ് കേട്ടോ. സവാളയ്ക്കും തക്കാളിക്കും ഉള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനിൽ മസാല പറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുക്കറൊന്ന് അടുത്ത സ്റ്റവിലോട്ട് മാറ്റി വെച്ചിട്ടും നമ്മുടെ വട്ടും കരലും മാറ്റി വെച്ചത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വട്ടും കരലും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, തെറിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാല പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനിൽ വെള്ളം ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ പാത്രം കഴുകി വെച്ച് എന്താ മസാല പരട്ടി വെച്ച ആ പാത്രം കഴുകി ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വട്ടും കരലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ പ്ലേറ്റിലേക്ക് കോരി മാറ്റുവാണ്. പിന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തേയും ഉന്നക്കായ തിന്നുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മക്കൾ ഉണ്ടാക്കി തരുമ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ്
ഇതിൻ്റെ കൂടെ കുറച്ച് സ്നേഹവും കൂടി ഉണ്ടാവും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആർക്ക് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ വട്ടും കല്ലും പ്ലേറ്റിലോട്ട് മാറ്റി സവാള ഗാർണിഷ് ചെയ്തു ഈ രൂപത്തിലോട്ട് മാറ്റിയിട്ടോ. പിന്നെ ഇത് കുറച്ച് കുറുക്കുണ്ടാക്കാൻ പോവാണ്. രാവിലെ ഉണ്ടാക്കിയത് തീരാറായിട്ടുണ്ട്. കുട്ടികൾ ചോദിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് തണുത്ത് കിട്ടുമല്ലോ, അത് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇത് കുക്കറിൽ 2 വിസിൽ വന്നപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ, അതാണ് പുറത്തേക്ക് പോകുന്നത്. നമ്മുടെ ചിക്കൻ കഴുകിയതും എല്ലാം അപ്പോൾ തന്നെ കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കന് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും കേട്ടോ, 2 വിസിൽ വന്നു. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ഇത് കുറുക്കും റെഡിയായി വരുന്നു. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഓഫ് ചെയ്തു. ഇനി കുക്കറിൻ്റെ എയർ പോയിട്ട് വേണം നമുക്കിനി കറി ഒന്നും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതേ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 10 രൂപയുടെ ഒരു ചിക്കൻ മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മൂടി വെച്ചു. പിന്നെ ഇത് ഞങ്ങൾ ചിക്കൻ കറി കൂട്ടി എല്ലാവരും കൂടി ഊണ് കഴിച്ചു കേട്ടോ. മോളും അഖിലൊക്കെ അപ്പുറത്ത് നിന്ന് കഴിക്കുവാണ്. പിന്നെ ലാസ്റ്റ് ഞാനും കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ചായയുടെയൊക്കെ കഴിഞ്ഞ് അഖിലും മോളും കൂടി ഒന്ന് കുഞ്ഞിനെ പീലി മോളെയും കൊണ്ട് പുറത്തോട്ട് പോയിട്ടോ. അപ്പോൾ മോൻ്റെ മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി മോനും കൂടി മുടി വെട്ടിക്കാനായിട്ട് പോയി. മുടി വെട്ടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. പീലിമോള് വന്നിട്ടുണ്ട് കേട്ടോ. ബൈ ടാറ്റ പറയാനായിട്ട്. നാളെ വരാം. ഉറക്കപ്പുറ നാളെ വരാം ഉമ്മ.